ദൈവത്തിന് സകല മഹത്വവും ഈ പ്രഭാതത്തിൽ നമുക്ക് അർപ്പിക്കാം. ജീവിതത്തിൻ്റെ അർത്ഥവും ലക്ഷ്യവും തിരിച്ചറിയുന്നവനാണ് അനുഗ്രഹീതനായ മനുഷ്യൻ. എന്തിനാണ് ജീവിക്കുന്നത് എന്ന് അറിയാതെ ജനിച്ചു പോയതുകൊണ്ട് പലരും ജീവിച്ചു പോവുകയാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ്റെ ജീവിത വീക്ഷണം ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 25-ാമത്തെ വചനത്തിൽ നാം കാണുന്നു. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കും എന്നും നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഇരിക്കും എന്നും അറിയുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പ്രസ്താവന ഫിലിപ്പിയ ലേഖനത്തിൽ നമുക്ക് കാണാം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നുള്ള തൻ്റെ വിശ്വാസ പ്രഖ്യാപനം ഏത് കാലത്തുമുള്ള ഭക്തന്മാരെ ആവേശം കൊള്ളിച്ചിട്ടുള്ളതാണ്. ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. ജീവിതം എനിക്ക് നേട്ടമാണ്. ഇത് പറയുവാനുള്ള കാരണങ്ങൾ അനവധിയാണ്. പൗലോസ് പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് അത്യുത്തമമാണ്. അപ്പോൾ തന്നെ ജീവനോടെ ഇരിക്കണമോ അതോ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കണമോ എന്ന കാര്യത്തിൽ ഏതു തിരഞ്ഞെടുക്കണം എന്ന് താൻ അറിയുന്നില്ല എന്ന് പറയുക. ജീവനോടെ താൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇവിടെ പറയുന്നതിൻ്റെ കാരണം, ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനും കാരണം ആകും. അതുകൊണ്ട് ഞാൻ ജീവനോടെ ഇരിക്കും എന്നുള്ളതാണ്. ഒരു കൊച്ചു ജീവിതം വെള്ളത്തിലെ കുമിള പോലെ പെട്ടെന്ന് ഇല്ലാതാകുന്ന ഒരു കൊച്ചു ജീവിതം. ഈ ജീവിതം ഈ ഭൂമിയിൽ നാം എല്ലാവരും ജീവിച്ച് തീർക്കേണ്ടവരാണ്. എന്നാൽ എന്തിന് ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേട്ടത്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായിട്ട് ഞാൻ ജീവിച്ചിരിക്കും. എനിക്ക് കർത്താവിൻ്റെ അടുക്കൽ പോകുന്നതാണ് ഇഷ്ടം. ഈ ഭൂമിയിലെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷകൾ, കർത്താവ് തന്ന വേല തികച്ച് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ അത്യുത്തമമായ ആഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് ചിലരുടെയെങ്കിലും മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിയിക്കുവാൻ കഴിയുമെങ്കിൽ, ആരുടെയെങ്കിലും കണ്ണുനീര് തുടയ്ക്കുവാൻ കഴിയുന്നതാണെങ്കിൽ, ആർക്കെങ്കിലും ഏതെങ്കിലും നിലയിൽ ഞാനൊരാശ്വാസമായിട്ട് തീരുമെങ്കിൽ, തളർന്നിരിക്കുന്നവനെ താങ്ങുവാൻ എനിക്ക് സാധിക്കുന്നെങ്കിൽ, വിശക്കുന്നവൻ ഒരു നേരത്തെ അപ്പം കൊടുക്കുവാൻ, ആഹാരം കൊടുക്കുവാൻ എനിക്ക് കഴിയുമെങ്കിൽ, കരയുന്നവരോട് കരയണ്ട എന്ന് പറയുവാനുള്ള ഒരു വിശ്വാസം എനിക്ക് ഉണ്ടാകുമെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കും എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ കാണേണ്ടത്. ആർക്കും പ്രയോജനമില്ലാത്ത, ആർക്കും ഉപകാരമില്ലാത്ത, മനുഷ്യർക്ക് തലവേദനയായിട്ട്, ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുടെ നടുവിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം. ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, അത് മറ്റുള്ളവരുടെ സന്തോഷത്തിനും അഭിവൃദ്ധിക്കും കാരണമാകേണ്ടതിന് എന്നുള്ള പൗലോസിൻ്റെ മനോഭാവം എത്ര അനുഗ്രഹീതമാണ്. ഇന്ന് മനുഷ്യൻ സ്വാർത്ഥനായിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റുമില്ല. എല്ലാവരും അവനവൻ്റെ കാര്യം നോക്കുന്നു. പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ കാര്യം ആരും നോക്കുന്നില്ല, ഓരോരുത്തരും സ്വന്തം കാര്യം നോക്കുന്നു. എന്നാൽ തീമോത്തിയോസിനെ കുറിച്ച് താൻ പറഞ്ഞത്, ഒരു മകൻ അപ്പന് ചെയ്യുന്നത് പോലെ അവൻ എനിക്ക് സേവ ചെയ്യുന്നു എന്നാണ്. തീമോത്തിയോസിൻ്റെ ജീവിതം തീർച്ചയായും പൗലോസിനൊരു അനുഗ്രഹമായിരുന്നു. തീമോത്തിയോസ് പൗലോസിനൊരു അനുഗ്രഹമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന് മുമ്പിൽ നാം നമ്മെ പരിശോധിക്കണം. നമ്മുടെ ജീവിതം ആർക്കൊക്കെ അനുഗ്രഹമാകുന്നുണ്ട്? നമ്മുടെ ജീവിതം ആരുടെയൊക്കെയോ വിശ്വാസത്തിന്, അവരുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്ക് ഹേതുവാകുന്നുണ്ട്. നമ്മുടെ ജീവിതം കൊണ്ട് നാം എത്ര പേരെ സന്തോഷിപ്പിക്കുന്നവരാണ്? ഇന്ന് കരയിപ്പിക്കുന്ന മനുഷ്യരുടെ ലോകമാണ്. മനുഷ്യർ നിമിത്തം കരയുകയാണ്. കണ്ണുനീര് ഒഴുക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ നടുവിലുണ്ട്.
കരയിപ്പിക്കുന്ന മനുഷ്യരിവിടെ പെരുകുമ്പോൾ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന ഒരു ജീവിതം നയിപ്പാൻ എനിക്ക് കഴിഞ്ഞാൽ പൗലോസ് പറയുന്നു, ജീവിച്ചിരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. എൻ്റെ വേല ഫലപ്രദമാകുമെങ്കിൽ ജീവിച്ചിരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ സമർപ്പിക്കണം, നമ്മളെ തന്നെ പരിശോധിക്കണം. ഞാൻ ജീവിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് ഒരാശ്വാസത്തിന് വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് അനുഗ്രഹത്തിന് വേണ്ടിയാണ്. എൻ്റെ പ്രാർത്ഥന, എൻ്റെ സാന്നിധ്യം, എൻ്റെ വാക്കുകൾ, എൻ്റെ ഇടപാടുകൾ മറ്റുള്ളവർക്ക് എപ്പോഴും ആശ്വാസത്തിന് കാരണമാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മളെ സമർപ്പിക്കാം. നാം ഒരു തലവേദനയായിട്ട് ജീവിച്ചവസാനിപ്പിക്കുവാനല്ല, നാം ഭൂമിക്ക് ഭാരമായിട്ട് ഈ ഉലകത്തിൽ ജീവിച്ച് മരിക്കുവാൻ വേണ്ടിയുള്ളവരല്ല. നാം ക്രിസ്തുവിനുള്ളവരാണ്. നാം കർത്താവിൻ്റെ വേലയ്ക്ക് ഫലം പുറപ്പെടുവിക്കേണ്ടവരാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിനും ആനന്ദത്തിനും നാം ഒരു മുഖാന്തരമായിട്ട് മാറണം. നാം നിമിത്തം ദേശം, കുടുംബങ്ങൾ, മറ്റുള്ളവർ എല്ലാം അനുഗ്രഹിക്കപ്പെടണം. നാം അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. ദൈവം അതിനുള്ള കൃപ എല്ലാവർക്കും നൽകട്ടെ. പൗലോസിനെ പോലെ നമുക്കും പറയാം, ജീവിക്കുന്നത് എനിക്ക് ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് ലാഭവുമാണ്. ഞാൻ ജഡത്തിൽ ജീവിച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ ആശ്വാസത്തിനും അവരുടെ വിശ്വാസത്തിൻ്റെ സമൃദ്ധിക്കും സന്തോഷത്തിനും കാരണമാകുമെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കും. തീർച്ചയായും നമുക്ക് ജീവിച്ചിരിക്കാം. മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി, സന്തോഷത്തിനായി, നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിച്ചിരിക്കാം. അതിനുള്ള കൃപ നമുക്ക് തരട്ടെ. കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനപ്രകാരം ജീവിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യ